ഹലോ, എന്തൊക്കെയാണ് എല്ലാവരുടെ വിശേഷം? സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് ബാക്ക് ടു സ്കൂളിലെ പ്രിപ്പറേഷൻ വീഡിയോ ആയിട്ടാണ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്യുന്നുള്ളത് എനിക്ക് എന്തൊക്കെയാണ് ചെയ്യാനുള്ളതെന്ന് എഴുതി വെക്കുകയാണ്. എന്നാലും എനിക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കും. സോ അതുകൊണ്ട് തന്നെ ഞാനൊരു വെള്ളം കുടിച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്തു. പുറത്ത് മഴയാണ്, അപ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സഹകരിക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചെയ്യുന്നത് ബാഗൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ്. ഞാൻ എഴുതുന്നത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ വീഡിയോയിൽ അങ്ങനെ കാണുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഫസ്റ്റ് തന്നെ ബാഗൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം. ഞാൻ ഈ ബാഗ് ഓൾറെഡി വാഷ് ചെയ്ത് വെച്ചതിരുന്നു, അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊക്കെ അത്രയ്ക്ക് പണിയൊന്നും ഇല്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ പൗച്ചുകളൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ്. അപ്പോൾ ഈ 2 പൗച്ചാണ് കേട്ടോ എൻ്റെ പൗച്ച് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിന്ന് വാഷ് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മുടെ പൈപ്പിൻ്റെ ആ ഒരു സംഭവം ഒന്ന് ക്ലോസ് ചെയ്തതിന് ശേഷം അതിലെൻ്റെ പൗച്ചൊക്കെ ഒന്ന് കൊണ്ടുപോയി വയ്ക്കുകയാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം യൂസ് ചെയ്ത പൗച്ച് മാത്രമേ ഇതിൽ വെക്കുന്നുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മേടിച്ച 2 പൗച്ചാണ് ഇത്. അപ്പോൾ അതിന് ഞാൻ വാഷ് ചെയ്ത് വെയിലത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. പക്ഷേ മുകൾക്ക് വെക്കുകയാണെങ്കിൽ ഇതാ മഴക്കാറാണ്. അപ്പോൾ എന്തായാലും ഞാൻ അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ മഴ പെയ്യുന്നതിൻ്റെ മുമ്പെടുത്ത വീഡിയോസ് ആയതുകൊണ്ട് അതിൽ മഴേൻ്റെ ഒരു സാധ്യതയില്ല. അപ്പോൾ നെക്സ്റ്റ് ഞാൻ ചെയ്യുന്നുള്ളത് ക്ലീനിങ് ആണ്. ക്ലീനിങ് എന്ന് പറയുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ്, എന്തായാലും അത് ചെയ്യണമല്ലോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് എൻ്റെ ഈ ഒരു ഷെൽഫിൽ നിന്നിട്ടാണ് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ആ ഷെൽഫിൽ നിന്നിട്ട് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതില്ലാതെ എടുത്തിട്ടൊന്ന് ക്ലീൻ ചെയ്ത് വെക്കുന്നുണ്ട്. തുടയ്ക്കുന്നൊന്നുമില്ല കേട്ടോ. പിന്നെ അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് എൻ്റെ വാട്ടർ ബോട്ടിൽ വെള്ളം കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ പോയി വെള്ളം നിറയ്ക്കുകയാണ്. എൻ്റെ പെട്ടെന്ന് തന്നെ വെള്ളം കഴിയും. അപ്പോൾ ഞാനിങ്ങനെ നിറച്ച് കൊടുക്കലാണ്. എനിക്ക് ഈ ഒരു ബോട്ടിലാണ് ഭയങ്കര അധികം ഇഷ്ടം. നമ്മളിപ്പോൾ അവസാനിച്ചിട്ടുള്ളത് ക്ലീനിങ്ങിലല്ലോ. അപ്പോൾ നെക്സ്റ്റ് പരിപാടി എൻ്റെ ഡെസ്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യലാണ്. അപ്പോൾ ഇനി നമുക്ക് ഡെസ്ക് ക്ലീൻ ചെയ്തെടുക്കാം. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളൊരു ക്യാൻഡിലാണ്, പക്ഷേ ഇതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ലേനു. ഇനി അടുത്ത പ്രാവശ്യം ക്യാൻഡിൽ ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു കീഴിലും വീഡിയോ ആയിട്ട് തന്നെ വരും. നെക്സ്റ്റ് പരിപാടി വന്നിട്ടുള്ളത് ഡ്രസ്സൊക്കെ മടക്കി വെക്കുക എന്നതാണ്. അപ്പോൾ മടക്കി വെക്കുന്നത് ഞാൻ അങ്ങനെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും അതൊക്കെ ഒന്ന് മടക്കി വെക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്തതൊക്കെ ഇങ്ങനെ ഒറ്റയ്ക്ക് ടിക്കറ്റ് എടുക്കുക. ടിക്കറ്റ് എടുക്കുമ്പോൾ ഒരു മനസ്സുഖമാണ്, അതിനു വേണ്ടിയിട്ടാണല്ലോ ഞാൻ ഇതൊക്കെ ചെയ്യുന്നുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു സ്ലീപ്പിംഗ് ഷെഡ്യൂൾ ഉണ്ടാക്കാനേനു. അപ്പോൾ ഞാൻ അതൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ബുക്ക് പൊതിയുക എന്ന് പറയുന്നുള്ള ആ ഒരു സംഭവമില്ലേ, ചെറുതായിട്ട് മയമുള്ളതുകൊണ്ട് ബുക്ക് പൊതിയാൻ നല്ല രസമായിരിക്കും. ഞാൻ യൂസ് ചെയ്യുന്നത് ഞാൻ മീഷോന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള ഈ ഒരു പൊതിയാണ് കേട്ടോ. ഈ ഒരു പൊതി വെച്ചിട്ട് പൊതിയാൻ ഭയങ്കര അതൊക്കെ ഈസിയല്ലേ. അപ്പോൾ ഇതാ നമ്മൾ എല്ലാ ബുക്കുകളും പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. അധികമൊന്നും ഞാനല്ല പൊതിഞ്ഞത്, അതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റാന്നുള്ളത്. ഈ ഒരു പൊതി ആയതുകൊണ്ട് തന്നെ വളരെയധികം ഈസി ആണ് കേട്ടോ പൊതിയാനും വേണ്ടിയിട്ട്. 1-2 ഞാനൊന്ന് പൊതിഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമുക്ക് നെയിം സ്ലിപ്പും സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ചു കൊടുക്കണ്ടല്ലോ. അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് ഒട്ടിച്ചു. ഈ ഒരു പൊതി മേടിച്ചപ്പം അവർ തന്നെ നമുക്ക് കുറച്ച് നെയിം സ്ലിപ്പുകളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെ വെച്ചിട്ടാണ് ഞാനിത് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. ഞാൻ അത് കഴിഞ്ഞിട്ട് ഷൂ ഒക്കെ ഒന്ന് തുടച്ച് പോളിഷ് ചെയ്ത് വെക്കുകയാണ്. ഞാൻ പോളിഷ് ചെയ്യുന്ന വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നോക്കുമ്പോൾ എൻ്റെ ഗാലറിയിൽ സ്പേസ് ഇല്ല എന്ന വിവരം ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഒരു കുട്ടി ഫോട്ടോയാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ എന്തായാലും ഇത്രയുള്ള നമ്മുടെ വീഡിയോ. ഫുൾ സ്റ്റേഷനറി വീഡിയോ നമ്മുടെ ചാനലിൽ കാണാം. എന്തായാലും പോയി കണ്ടോക്കണം. പിന്നെ പോകുമ്പോൾ സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് കമൻറ്റ്.